നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഖത്തറിൽ നടക്കുന്ന അണ്ടർ-17 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ബ്രസീൽ പൊട്ടി. പോർച്ചുഗലാണ് അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് കളി തീരുമാനമായത്. കളി റെഗുലർ ടൈം കഴിയുമ്പോൾ ഗോൾ രഹിത സമനിലയായിരുന്നു. തുടർന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 6-5 പോർച്ചുഗൽ വിജയിച്ച് കയറിയത്. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എതിരാളികൾ ഓസ്ട്രിയയാണ് വരുന്നത്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഇരുഭാഗത്തും ഇടയ്ക്ക് ഓരോ പെനാൽറ്റികൾ മിസ് ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെ 7 പെനാൽറ്റികൾ എടുത്തതിന് ശേഷമാണ് റിസൾട്ട് വരുന്നത്. 6-5 ബ്രസീലിനെ പരാജയപ്പെടുത്തി പോർച്ചുഗൽ വിജയത്തിലേക്ക് പോയി. അവസാന നിർണായകമായ കിക്ക് ബ്രസീലിനായി എടുത്ത ഏഞ്ചലോക്ക് പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഈ വേൾഡ് കപ്പിൽ മോശമല്ലാത്ത പ്രകടനം തന്നെയാണ് ബ്രസീലിൻ്റെ അണ്ടർ-17 കുട്ടികൾ നടത്തിയത് എന്നുള്ളത് പറയാതെ വയ്യ. അവർ ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയെ 2-1 പരാജയപ്പെടുത്തിയിരുന്നു. ഫ്രാൻസിനെയാണ് അവർ റൗണ്ട് ഓഫ് 16 പരാജയപ്പെടുത്തിയിരുന്നത്. അങ്ങനെ മികച്ച രൂപത്തിൽ മുന്നോട്ടേക്ക് വന്നതാണ്. പക്ഷേ പോർച്ചുഗലിന് മറികടക്കാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ തേർഡ് പ്ലേസ് മത്സരത്തിൽ ബ്രസീലിന് ഇറ്റലിയെയാണ് നേരിടാനുള്ളത്. നവംബർ 27 രാത്രി അല്ലെങ്കിൽ വൈകിട്ട് 6 മണിക്കാണ് ആ ഒരു കളി നടക്കുന്നത്. സെമി ഫൈനലിലാണ് ഇറ്റലിയും വീണത്. ഓസ്ട്രിയക്കെതിരെയായിരുന്നു അവരുടെ പരാജയം. ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് ഓസ്ട്രിയ ഇറ്റലിയെ പരാജയപ്പെടുത്തിയത്. ഫൈനൽ മത്സരത്തിൽ നവംബർ 7 രാത്രി 9:30 പോർച്ചുഗൽ അണ്ടർ-17 ഓസ്ട്രിയ അണ്ടർ-17 ഏറ്റുമുട്ടും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.